ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരിടത്താണ്, ഡച്ച് പാലസ്. ഇവിടെ വരാൻ മട്ടാഞ്ചേരി ബസ്സിൽ കയറി ആനവാതിൽ സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി. ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്താണ് കൊട്ടാരം. ഡച്ച് പാലസ് എന്ന പേര് കേട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. ഇത് ഡച്ചുകാരുടെ പാലസോ ഡച്ചുകാർ പണിത പാലസോ അല്ല. 1857 പോർച്ചുഗീസുകാർ പണിത് കൊച്ചിയിലെ രാജാവായ രാജവീര കേരളവർമ്മയ്ക്ക് സമ്മാനമായി കൊടുത്തതാണ് ഈ പാലസ്. പിന്നീട് 1662 ഡച്ചുകാർ ഇത് പുതുക്കി പണിതു. അന്നു മുതലാണിത് ഡച്ച് പാലസ് എന്നറിയപ്പെടാൻ തുടങ്ങിയത്. ഡച്ചുകാരോ പോർച്ചുഗീസുകാരോ ഈ പാലസ് ഉപയോഗിച്ചിട്ടില്ല. വളരെ വിശാലമായ രാജവീതിയിലൂടെയാണ് നാം ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ സന്ദർശിക്കുന്നവർക്ക് കാർ പാർക്കിംഗ് ഒരു പ്രശ്നമേ ആവില്ല. ഇവിടെ കാറുകൾ പാർക്ക് ചെയ്യാവുന്നതാണ്. കയറി ചെല്ലുമ്പോൾ നേരെ കാണുന്നത് കൊട്ടാരത്തിനോട് ചേർന്നുള്ള ക്ഷേത്രമാണ്. ഈ കൊട്ടാരത്തിനോട് ചേർന്ന് 3 ക്ഷേത്രങ്ങളും ഒരു സർപ്പക്കാവുമുണ്ട്. മതിലുകൾ ഒന്നായതിനാൽ കൊട്ടാരത്തിലെ കോമ്പൗണ്ടിൽ നിന്നാൽ സിനഗോഗിന്റെ ക്ലോക്ക് ടവർ കാണാം. 4 കെട്ട് മാതൃകയിൽ 2 നിലകളുള്ള ഓടുപാകിയ കെട്ടിടമാണ് കൊട്ടാരം. ഇവിടം വളരെ മനോഹരവും ശാന്തവുമായ അന്തരീക്ഷമാണ്. കൊറോണ കാലമായതിനാൽ സന്ദർശകരും കുറവാണ്. ഇവിടെ വലുതും വൃത്തിയുള്ളതും കുറെ മീനുകളുമുള്ളതായ കുളവുമുണ്ട്. ഇപ്പോൾ നമ്മൾ നടക്കുന്നത് സർപ്പക്കാവിലേക്കുള്ള വഴിയിലൂടെയാണ്. ഇവിടെയുള്ള ക്ഷേത്രങ്ങളിൽ ശിവക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഈ കാവ് കുടികൊള്ളുന്നത്. കാവിൽ ഫോട്ടോഗ്രാഫി അലൗഡ് ആണോ എന്നറിയില്ല, അതിനാൽ കാവിന്റെ ഫോട്ടോ എടുത്തില്ല. ഈ കൊട്ടാരത്തിന്റെ ബാക്കിലായിട്ട് കൂടുതൽ ആന്റിക് ഷോപ്സ്, സ്പൈസ് ഷോപ്പുകൾ, കഫേകളും ഉണ്ട്. ടൂറിസ്റ്റ് ബോട്ടിംഗ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. കൊറോണ ആയതിനാൽ ഇവിടെ കയറാൻ നെറ്റ് ബാങ്കിംഗ് ഫെസിലിറ്റിയാണ് ഉപയോഗിക്കേണ്ടത്. കൂടാതെ വരുമ്പോൾ ഒരു ഐഡന്റിഫിക്കേഷൻ കാർഡ് കൊണ്ടുവരേണ്ടതാണ്. ഇതാണ് കൊട്ടാരത്തിലേക്കുള്ള പടികൾ. കൊട്ടാരത്തിനകത്ത് മേശകൾ, മേൽക്കൂരകൾ ഇവയെല്ലാം ഈട്ടിയിൽ മനോഹരമായി ചിത്രപ്പണികളോട് കൂടിയുള്ളവയാണ്. അന്ന് ഉപയോഗിച്ചിരുന്ന സ്റ്റാമ്പുകൾ, പാത്രങ്ങൾ, വാളുകൾ, സ്വർണത്തിൽ പൂശിയ ഡ്രസ്സുകൾ, യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പല്ലക്കുകൾ, അങ്ങനെ കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ ഒട്ടേറെയുണ്ട്. കൊട്ടാരത്തിലെ ചില ഫ്ലോറുകൾ ബ്ലാക്ക് മാർബിൾ പോലെ തോന്നും, പക്ഷേ അതല്ല. പരമ്പരാഗതമായ രീതിയിൽ കത്തിച്ച തേങ്ങാശെല്ലുകൾ, കരി, കുമ്മായം, പ്ലാന്റ് ജ്യൂസസ്, മുട്ടയുടെ വെള്ള എന്നിവയുടെ മിശ്രിതം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇവിടെ ചുവരുകളിൽ ടെമ്പറ ടെക്നിക്കിലുള്ള ചുവർ ചിത്രങ്ങൾ, മ്യൂറൽ പെയിന്റിംഗ്സ് എന്നിവ കാണാം. രാജാവിന്റെ ബെഡ് ചേംബർ അഥവാ പള്ളിയറയിൽ മ്യൂറൽ പെയിന്റിംഗിൽ രാമായണം മുഴുവൻ ചിത്രീകരിച്ചിട്ടുണ്ട്. വിഷ്ണു, ശിവ, പാർവതിമാർ എന്നിവരുടെ മ്യൂറൽ പെയിന്റിംഗ്സും ഉണ്ട്. പല ഭാഗത്തും ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, അതിനാൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് എല്ലാം കാണാവുന്നതാണ്. എറണാകുളം, ഫോർട്ട് കൊച്ചി, ഐലൻഡ് എന്നിവിടങ്ങളിൽ നിന്നും ബോട്ട് സർവീസ് ഉണ്ട് ഇങ്ങോട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സജഷൻ വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഇനി മറ്റൊരു ഹെറിറ്റേജ് പ്ലേസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.